ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ PYQs ആണ്. അപ്പോൾ വരാൻ പോകുന്ന NTPC പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഏൻഷ്യൻ ഹിസ്റ്ററി. ഞാൻ നിങ്ങളുടെ പറഞ്ഞിരുന്നു, നമ്മൾ ഹിസ്റ്ററി PYQ ചെയ്യുമ്പോൾ ഏൻഷ്യന്റ് എന്നും അതുപോലെ മിഡീവിയൽ എന്നും മോഡേൺ എന്നും ഡിവൈഡ് ചെയ്ത് തന്നെ PYQസും ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ PYQ ആണ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. സോ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളൊന്നും വായിച്ചിട്ടിരിക്കണം ഏൻഷ്യന്റ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഇപ്പൊ ഒട്ടും ഏൻഷ്യന്റ് ഹിസ്റ്ററി ആയിട്ട് ഒരുപാട് പേർക്ക് ബന്ധമൊന്നും കാണില്ല. കാര്യം നമ്മള് കൊച്ചുനാളിൽ പഠിച്ചിട്ട് വേറെ നമുക്ക് ആവശ്യമൊന്നും വരില്ല. ഏൻഷ്യന്റ് ഹിസ്റ്ററി ഒക്കെ മെയിൻ എടുത്ത് പഠിക്കുന്നവർക്കല്ലാതെ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കേണ്ട ആവശ്യമൊന്നും വരില്ല അല്ലെ. അപ്പൊ ഒട്ടും ഫെമിലിയർ അല്ലായിരിക്കും ഒരുപാട് പേർക്കും. ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു എന്താണ് ഏരിയ ആയിരിക്കും ഈ ഏൻഷ്യന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ടഫും ആണ് പഠിക്കാനായിട്ട്. എന്നാ പഠിച്ചെടുത്താൽ നമുക്ക് ഒരു മാർക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, എപ്പോഴും പറയും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം എടുത്തിട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുക ഫസ്റ്റ്. അതിനുശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്നല്ലാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ഒരു ഏരിയ ഒന്ന് വായിച്ചു വിടുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ നോട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് സോഴ്സുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അത് നോട്ടാക്കിയ ബുക്കുകളും അങ്ങനെ പലതും ഇപ്പൊ അവൈലബിൾ ആണ് പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പറയും NCERT നോട്ട്സുകൾ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ പറയും. കാര്യം NCERT നോട്ട്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് സെയിം അതേ സെന്റൻസ് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ NCERT ചാപ്റ്റേഴ്സ് കിട്ടും. അപ്പോൾ ആ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ചൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ NCERT നല്ലപോലെ റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ എടുത്തുള്ളൂ. ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ ആ ടോപ്പിക്ക് ഫുള്ളി കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ. ഉള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പൊ നോക്കാം. പല ഷിഫ്റ്റുകളിൽ നമ്മുടെ NTPC പരീക്ഷകൾക്കും അതുപോലെ SSCയുടെ ചില ഷിഫ്റ്റുകൾക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് എപ്പിഗ്രഫി എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എപ്പിഗ്രഫി എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പിഗ്രഫി എന്താണെന്നാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസിനകത്ത് സ്റ്റഡി ഓഫ് കോയിൻസ് ഉണ്ട്, സ്റ്റഡി ഓഫ് എക്സ്കവേഷൻസ് ഉണ്ട്, സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, സ്റ്റഡി ഓഫ് മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ ബിൽഡിങ്സ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഇത് കറക്റ്റ് NCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതേ സെന്റൻസ് ആണ് കേട്ടോ. എപ്പിഗ്രഫി എന്താണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ. അപ്പൊ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്ത് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് എപ്പിഗ്രഫി? NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ഓഫ് കോയിൻസ്, സ്റ്റഡി ഓഫ് എക്സ്കവേഷൻസ്, സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, സ്റ്റഡി ഓഫ് മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇതിന്റെ ആൻസർ വരുന്നത് സ്റ്റഡി ഓഫ് എക്സ്കവേഷൻസ് ആണ്. സ്റ്റഡി ഓഫ് എക്സ്കവേഷൻസ്. നമ്മൾ ഈ എക്സ്കവേഷൻസ് വഴി നമുക്ക് കിട്ടുന്ന എന്താ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ ബിൽഡിങ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മളെ പഴയ കാലത്തെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ ആർക്കിയോളജി എന്ന് പറയുന്നത് അല്ലെ. ആർക്കിയോളജി എന്ന് പറയുന്നത് ആ പഴയ കാലത്തെ പറ്റി നമ്മൾ ഈ എക്സ്കവേഷൻസ് വഴി കിട്ടുന്നതും അതുപോലെ മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ ബിൽഡിങ്സും ഒക്കെ വെച്ചിട്ട് നമ്മളെ പഴയ കാലത്തെ പറ്റി പഠിക്കുന്ന ആ ഒരു എന്താണ് ശാഖയാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. ആർക്കിയോളജി. സ്റ്റഡി ഓഫ് കോയിൻസ് എന്താ? സ്റ്റഡി ഓഫ് കോയിൻസ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാ പറയുന്നത്. ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് എന്തെന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കോയിൻസ്. PYQ ആണ്, ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി ഓഫ് കോയിൻസ് എന്താണെന്ന്. പിന്നെ അതുപോലെ നമ്മളിപ്പം ഇൻസ്ക്രിപ്ഷനകത്തൊക്കെയുള്ള ലെറ്റേഴ്സിനെ, ഓൾഡ് റൈറ്റിംഗ്സിനെ പറ്റി നമ്മൾ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് പറ്റി പഠിക്കുന്നു. അത് പറഞ്ഞു ഓൾറെഡി. എപ്പിഗ്രഫി ആണെന്ന് പറഞ്ഞു. അതിനകത്തൊക്കെയുള്ള ആ ഒരു റൈറ്റിംഗ്സിനെ പറ്റി പഠിക്കുന്ന റൈറ്റിംഗ്സ് ഇൻ എന്താണ് ഓൾഡ് ഇൻസ്ക്രിപ്ഷൻസ് അതിനെപ്പറ്റി പഠിക്കുന്നത് നമ്മുടെ പാലിയോഗ്രഫിയിലൂടെയാണ് കേട്ടോ. പാലിയോഗ്രഫിയാണ് സ്റ്റഡി ഓഫ് ഓൾഡ് എന്താണ് റൈറ്റിംഗ്സ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻസ്. ഇൻസ്ക്രിപ്ഷൻസിനൊക്കെ ഉള്ള ആ ഒരു ലെറ്റേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പാലിയോഗ്രഫി. പാലിയോഗ്രഫി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എപ്പിഗ്രഫി എന്താണ്? ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി പഠിക്കുന്നതാണ്. ന്യൂമിസ്മാറ്റിക്സ് എന്താണ്? സ്റ്റഡി ഓഫ് കോയിൻസ് ആണ്.
പിന്നെ നമുക്ക് എക്സ്കവേഷൻസ് വഴിയും അതുപോലെ മെറ്റീരിയൽ റിമൈൻസ് ഓഫ് ദ ബിൽഡിങ്സ് വഴിയും ഒക്കെ നമ്മൾ പഴയ കാലത്തെ പറ്റി പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കാമോ? ന്യൂമിസ്മാറ്റിക്സ് എന്താണ്, ആർക്കിയോളജി എന്താണ്, പാലിയോഗ്രഫി എന്താണ്, എപ്പിഗ്രഫി എന്താണ്, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇത്രയെങ്കിലും ഓർത്തിരിക്കുക. പലതിന്റെയും സ്റ്റഡി നമുക്ക് സ്റ്റാറ്റിക് ജി കെ വഴി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ, സ്റ്റഡി ഓഫ് ഇന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ അത് പഠിക്കുക. വാട്ട് ഈസ് എപ്പിഗ്രഫി എന്ന് ചോദിച്ചാൽ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആണ് എപ്പിഗ്രഫി എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, which of the following is arranged as per the timeline of major periods in early Indian archaeology? നമ്മൾ ഈ ഒരു പീരീഡ്സ് പഠിക്കാനായിട്ട് നമുക്കുണ്ട് അല്ലെ, പാലിയോലിത്തിക്, അതുപോലെ മീസോലിത്തിക്, നിയോലിത്തിക്, ഹാരപ്പൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ പഠിക്കാനായിട്ടുള്ളതാണ്. അപ്പൊ ഏകദേശം പണ്ടൊക്കെ നമ്മളൊന്ന് വായിച്ചിട്ടുള്ളവർക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താനായിട്ട് പറ്റും. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാലിയോലിത്തിക് ഏജിനെ പറ്റിയാണ്. പാലിയോലിത്തിക് നമ്മൾ എന്താണ്, മനുഷ്യര് ഫുഡിനൊക്കെ വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്ന ആ ഒരു സമയമാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നമ്മൾ ഇത് വിശദമായിട്ട് പറയും. അപ്പൊ തൽക്കാലം ഇപ്പൊ ഫസ്റ്റ് പാലിയോലിത്തിക് ആണ്. നെക്സ്റ്റ് നമ്മള് എന്താ ഏറ്റവും അവസാനം ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെങ്കിലും ഈ ഒരു ഏജസ് വെച്ചിട്ട് നിയോലിത്തിക് ആണ്. അപ്പൊ നിയോലിത്തിക്കിന്റെ ഇടയ്ക്ക് പാലിയോലിത്തിക്കിന്റെ നിയോലിത്തിക്കിന്റെ കൂടെ ഇടയ്ക്ക് മീസോലിത്തിക് ഉണ്ട്. മീസോലിത്തിക്, പിന്നെ ലാസ്റ്റ് വരുന്നത് നിയോലിത്തിക്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ വരുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ ആ ഓർഡർ എന്താണ്, ഫസ്റ്റ് പാലിയോലിത്തിക്, സെക്കൻഡ് മീസോലിത്തിക്, തേർഡ് നിയോലിത്തിക്, പിന്നീട് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ. അതാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത് അല്ലെ. അപ്പൊ ആ ഓർഡറിൽ വരുന്ന ഓപ്ഷൻ ഏതാ നോക്കിക്കേ, ഫസ്റ്റ് വരത്തില്ല, സെക്കൻഡും തേർഡും പാലിയോലിത്തിക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ വെച്ച് നോക്കി, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ഹാരപ്പൻ സിവിലൈസേഷൻ. ഓപ്ഷൻ 2 ആണ് വരുന്നത് അല്ലെ. പാലിയോലിത്തിക്, മീസോലിത്തിക്, അത് നിയോലിത്തിക്, അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇത്രയും വരുന്നത് ഓപ്ഷൻ 2ലാണ്. ഈ നിയോലിത്തിക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം കൂടെ പഠിക്കും അല്ലെ, ചാക്കോലിത്തിക്. നമ്മള് എന്താ ലോഹങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ആ ഒരു എറയാണ് ചാക്കോലിത്തിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത മെറ്റൽ എന്ന് പറയപ്പെടുന്നത് ഏതാണ്, മെറ്റൽ ഫസ്റ്റ് യൂസ് ചെയ്തത് കോപ്പർ ആണ് അല്ലെ, കോപ്പർ ആണ്. അതിനുശേഷം നമ്മൾ പല മെറ്റൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് സിങ്കും ടിന്നും ഒക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ അടുത്ത വരുന്നത് ബ്രോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെങ്കല യുഗം എന്ന് പറഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്കിന്റെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ചാക്കോലിത്തിക്. അതിനുശേഷം ബ്രോൺസ് ഏജും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെ. ചാക്കോലിത്തിക്കിന്റെ ലാസ്റ്റ് ആണ് പിന്നെ ബ്രോൺസ് ഏജ് വരുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുന്നത്. ആ സമയത്ത് എന്താണ്, നമുക്ക് എക്സ്കവേഷൻ സൈറ്റുകളും മറ്റു കാര്യങ്ങളും പലതും ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അറേഞ്ച്ഡ് ആസ് പെർ ദ ടൈം ലൈൻ ഓഫ് മേജർ പീരീഡ്സ് ഇൻ ഏർലി ഇന്ത്യൻ ആർക്കിയോളജി എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താണ്, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ഹാരപ്പൻ സിവിലൈസേഷൻ. എക്സ്ട്രാ പറഞ്ഞ പോയിന്റ് എന്താണ്, നിയോലിത്തിക്കിന്റെ ശേഷം നമ്മൾ പറയുന്ന ചാക്കോലിത്തിക് എന്ന് പറഞ്ഞ ഒരു ഏജ് ഉണ്ട്, ഇൻ വിച്ച് എന്താണ് നമ്മൾ മെറ്റൽസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത മെറ്റൽ ഏതാണ്, കോപ്പർ ആണ് അല്ലെ. ഫസ്റ്റ് യൂസ് ചെയ്ത മെറ്റല് കോപ്പർ ആണ്. അതിനുശേഷം പല മെറ്റൽസ് മിക്സ് ചെയ്ത് സിങ്കും അതുപോലെ ടിന്നും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ബ്രോൺസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിനുശേഷം ബ്രോൺസ് ഏജും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പല പല സൈറ്റുകളെ പറ്റിയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ആ ഒരു റേഞ്ച്, ആ ഒരു എന്താണ് ഓർഡർ ഓർത്തിരിക്കുക. ഫസ്റ്റ് പാലിയോലിത്തിക്, സെക്കൻഡ് മീസോലിത്തിക്, തേർഡ് നിയോലിത്തിക്, അതിനുശേഷമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേട്ക ആർ ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് എന്തിനാണ് ഫേമസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസിനകത്ത് അശോകൻ പില്ലർ, പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സ്, മോണോലിത്തിക് ടെമ്പിൾസ്, ബുദ്ധിസ്റ്റ് സ്തൂപാസ്. ഇത്രയാണ് നിങ്ങളുടെ ഓപ്ഷനിലുള്ളത്. അപ്പൊ ഭിംബേട്കനെ പറ്റി നിങ്ങൾ സ്റ്റാറ്റിക് ജി കെ പഠിക്കുമ്പോഴും പഠിക്കുന്നതാണ് അല്ലെ. ഭിംബേട്ക എവിടെയാണ്? ഭിംബേട്ക സിറ്റുവേറ്റഡ് ഇൻ മധ്യപ്രദേശ് ആണ് അല്ലെ. മധ്യപ്രദേശിലാണ് ഭിംബേട്ക
റോക്ക് ഷെൽട്ടേഴ്സ് ഉള്ളത് മധ്യപ്രദേശിലാണെന്ന് ഓർത്ത് വെച്ചേക്ക്. ഇത് എന്താണ്? പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സ് ആണ് അല്ലെ. പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. നമുക്ക് പഴയ കാലത്തെ പറ്റി നമുക്ക് കുറച്ച് എന്താണ് വിവരങ്ങളൊക്കെ നൽകാൻ സാധിക്കുന്ന റോക്ക് ഷെൽട്ടേഴ്സ് ആണ് ഭിംബേട്കയിലുള്ളത്. ഇതിപ്പോ നമുക്ക് എന്താ ഭിംബേട്ക എവിടെയാണെന്നുള്ള ക്വസ്റ്റ്യൻ സാധാരണ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുണ്ട്. ഭിംബേട്ക എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ് ഉള്ളത്. ഇത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2003 തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കും? ഹെറിറ്റേജ് സൈറ്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് പഠിക്കും. മധ്യപ്രദേശിലാണ്. 2003 ഇത് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റിലേക്ക് എത്തപ്പെട്ടത് കേട്ടോ. അപ്പൊ അത്രയൊന്ന് ഓർത്ത് വെച്ചേക്ക ഭിംബേട്കയെ പറ്റി. നിങ്ങൾ സ്റ്റാറ്റിക് GKയിലും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് എന്തിനാണ് ഫേമസ് എന്നാണ് നമ്മൾ ഹിസ്റ്റോറിയിൽ ചോദിച്ചിരിക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടേഴ്സ് ആണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് GK ആണ്, സ്റ്റാറ്റിക് GK ആണ് അല്ലെ. മധ്യപ്രദേശിലാണ് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 2003 ഭിംബേട്ക റോക്ക് ഷെൽട്ടേഴ്സ് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും അതിനെപ്പറ്റി ഓർത്തിരിക്കാമല്ലോ. നമ്മള് ഓൺലൈൻ NTPC ബാച്ച് റൺ ചെയ്യുന്നുണ്ട് ദിശയുടെ നമ്മുടെ ആപ്പ് വഴി. അപ്പോൾ ഈ പോർഷൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ബേസിക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിശയുടെ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ NTPC ഓൺലൈൻ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ അറിയാനായിട്ട് പറ്റും. എല്ലാ ക്ലാസ്സുകളും എല്ലാ ടോപ്പിക്കുകളുടെയും ബേസിക് ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സെയിം ക്ലാസ്സിന്റെ റെക്കോർഡഡ് വെർഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ NTPC ഓൺലൈൻ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് അറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ വഴി ആദ്യം ഡിസ്കവർ ചെയ്ത സൈറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഇത് NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഏൻഷ്യൻ ഹിസ്റ്ററി എന്താണെന്ന് നോക്കിയിട്ട് പോയ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. അപ്പൊ അത് കളയരുത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏൻഷ്യൻ ഹിസ്റ്ററി എന്നൊക്കെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റയർ ആണ്. ബിക്കോസ് ഒരുപാട് പേര് അത് പഠിക്കാതെ വിടുന്ന ഒരു പോർഷൻ ആണ്. സോ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര എളുപ്പമുള്ളത് കൂടിയായിരിക്കും. ജസ്റ്റ് നോക്കുമ്പോൾ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടേ പോവാവൂ കേട്ടോ. ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് അറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ഓപ്ഷനകത്ത് ലോത്തൽ ഉണ്ട്, മോഹൻജിദാരോ ഉണ്ട്, കാലിബംഗാൻ ഉണ്ട്, ഹാരപ്പയുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നോക്കിയിട്ട് പോകുന്നവർക്ക് അറിയാം ഇതെല്ലാം എന്താണ്? എക്സ്കവേഷൻ സൈറ്റുകളാണ് അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സൈറ്റുകളാണ് ലോത്തൽ, മോഹൻജിദാരോ, കാലിബംഗാൻ, ഹാരപ്പയൊക്കെ. ഇതിൽ തന്നെ 1921 ദയാറാം സാനി ആദ്യമായിട്ട് ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത് ഹാരപ്പയാണ് അല്ലെ. ഇതിന്റെ ആൻസർ എന്താ? ഹാരപ്പയാണ്. ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് അറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ഏത് എഴുതണം? ഹാരപ്പ എഴുതണം. എന്താണ്? 1921 ദയാറാം സാഹ്നിയാണ് എന്താ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഹാരപ്പ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആ ഒരു പേര് നമ്മൾ കൊടുത്തു. ഫസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ടു ബി ഡിസ്കവേർഡ് എന്ന് പറയുന്നത് ഹാരപ്പ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മറ്റൊരു പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് കൂടി നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ വിളിക്കും. അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷൻ എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം തൊട്ട് പുറകെ തന്നെ നമ്മൾ മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും ലാർജസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് എന്താണ് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് മോഹൻജദാരോ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ ലോത്തൽ, കാലിബംഗാൻ ഒക്കെ ഇന്ത്യയിലെ സൈറ്റുകളാണ്. ലോത്തൽ ഡോക്യാർഡുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ലോത്തൽ എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ്. എന്താണ് നമുക്ക് ആ ഒരു മറ്റ് രാജ്യങ്ങളുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് നമുക്ക് എന്താ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന, സീ വഴി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സൈറ്റാണ് ലോത്തൽ എന്ന് പറയുന്നത്. മോഹൻജദാരോ ആണ് നമുക്ക് ലാർജസ്റ്റ് സൈറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ലാർജസ്റ്റ് സൈറ്റ്. ഇത് പാകിസ്ഥാനിലാണ്. ഹാരപ്പയും അതുപോലെ മോഹൻജദാരോ ഒക്കെ ഇപ്പോ പാകിസ്ഥാനിലാണ്. പണ്ടത്തെ ഇന്ത്യയിൽ എന്ന് പറയും. അപ്പോ പാകിസ്ഥാനിലാണ് ഉള്ളത്. കാലിബംഗാൻ നമ്മുടെ രാജസ്ഥാനിലാണ്.
അപ്പോൾ ഇത്രയും സൈറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ നല്ല വിശദമായിട്ട് ക്ലാസ്സിൽ പഠിച്ചാണ്. ഇപ്പോൾ എല്ലാം പറയാനായിട്ടുള്ള സമയമില്ല. അപ്പൊ അത് ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് അറ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹാരപ്പയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ലോത്തൽ അതുപോലെ കാലിബംഗാൻ ഒക്കെ ഇന്ത്യയിലാണ് ഇപ്പൊ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മൊഹൻജദാരോ ഹാരപ്പ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. കൂടുതൽ സൈറ്റുകളും പാകിസ്ഥാനിലാണ് ഉള്ളത് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ സൈറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ സൈറ്റിൽ നിന്നും പല വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് എടുത്തു പഠിക്കണം. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ സൈറ്റ് ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. എക്സ്കവേറ്റ് ചെയ്തെടുത്തത് മൊഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയതൊക്കെ ആ വർഷവും ആളുകളും കൂടി പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് മോസ്റ്റ്ലി ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, അതായത് ഇൻക്ലൂഡിംഗ് ബീഡ് മേക്കിംഗ്, ഷെൽ ഷെയറിംഗ്, മെറ്റൽ വർക്കിംഗ്, സീൽ മേക്കിംഗ്, വെയിറ്റ് മേക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏറ്റവും കൂടുതൽ ബീഡ് മേക്കിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകൾ പഠിക്കുമ്പോൾ നമ്മൾ ബീഡ് മേക്കിംഗ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബീഡ് മേക്കിംഗ്, ക്രാഫ്റ്റ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ചാൻഹുദാരോ എന്ന് പറയുന്നത്. ചാൻഹുദാരോ പാകിസ്ഥാനിലെ സിന്ധ് റീജിയനിലാണ് ഇപ്പോൾ ഉള്ളത്. സിന്ധ് റീജിയൻ പാകിസ്ഥാനിലാണ് ഇത് ചാൻഹുദാരോ എന്ന് പറഞ്ഞ സൈറ്റ് ഉള്ളത്. ഓരോരോ സൈറ്റുകളെ പറ്റി എടുത്തു പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്ത് നോക്കിക്കേ, സെയിം അങ്ങനെ തന്നെ നമ്മൾ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ബീഡ് മേക്കിംഗ് ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് മോസ്റ്റ്ലി ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ? ഏതൊക്കെയാണ്? ബീഡ് മേക്കിംഗ് ഉണ്ട്, ഷെൽ ഷിയറിംഗ്, മെറ്റൽ വർക്കിംഗ്, സീൽ മേക്കിംഗ്, വെയിറ്റ് മേക്കിംഗ്. ഇതൊക്കെ എവിടെയാണ്? ചാൻഹുദാരോയാണ്. ബീഡ് മേക്കിങ്ങിന് ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം എന്ന് പറഞ്ഞ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ചാൻഹുദാരോ. ഇപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലെ സിന്ധ് റീജിയണിലാണ് ഈ ചാൻഹുദാരോ. ഇപ്പോൾ ഉള്ളതല്ല, ഓൾറെഡി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പാണ്. ഈ അൺഡിവൈഡഡ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ. അന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഡിവിഷൻ ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ അത് പാകിസ്ഥാനിലാണ് ഉള്ളതെന്ന് വെച്ചാൽ പണ്ട് ഇന്ത്യയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അൺഡിവൈഡഡ് ഇന്ത്യയിലായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓരോ സൈറ്റും എടുത്തു വെച്ചാൽ അതിന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻ വാസ് നടരാജ എ സ്റ്റോൺ മെയിൽ ഡാൻസിങ് ഫിഗർ ഡിസ്കവേർഡ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നടരാജ എന്താണ്? നമ്മള് നൃത്തം ചെയ്യുന്ന ഒരു പുരുഷന്റെ രൂപം, മെയിൽ ഡാൻസിങ് ഫിഗർ, അതിനെ നടരാജ എന്നാണ് വിളിക്കുന്നത്. അത് എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഓപ്ഷനിൽ റംഗ്പൂർ ഉണ്ട്, ലോത്തൽ ഉണ്ട്, മൊഹൻജദാരോ ഉണ്ട്, ഹാരപ്പ ഉണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഹാരപ്പയിൽ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് എന്താണ്? നടരാജ മെയിൽ ഡാൻസിങ് ഫിഗർ ഡിസ്കവർ ചെയ്തെടുക്കുന്നത് എവിടുന്നാണ്? ഹാരപ്പയിൽ നിന്നാണ് കേട്ടോ. ഹാരപ്പ മെയിൽ ഡാൻസിങ് ഫിഗർ. അതുപോലെ ഫീമെയിൽ ഡാൻസിങ് ഫിഗർ ഉണ്ട്. ഫീമെയിൽ ഡാൻസിങ് ഫിഗർ എവിടുന്നാണ് ഡിസ്കവർ ചെയ്തെടുത്തത്? മൊഹൻജദാരോ എന്നാണ് കേട്ടോ. മൊഹൻജദാരോ എന്നാണ് ഫീമെയിൽ ഡാൻസിങ് ഫിഗർ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഗ്രേറ്റ് ബാത്ത് കാണപ്പെട്ടത്, അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി കാണപ്പെട്ടത് ഒക്കെ എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? മൊഹൻജദാരോയിലാണ് ഓർത്തിരിക്കണം. അപ്പൊ മെയിൽ ഡാൻസിങ് ഫിഗർ ആയ നടരാജ നമ്മൾ എവിടുന്ന എക്സ്കവേറ്റ് ചെയ്തെടുത്തതെന്നാ പറഞ്ഞേ? ഹാരപ്പയിൽ നിന്നാണ് മെയിൽ ഡാൻസിങ് ഫിഗർ ആയ നടരാജ എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. ഫീമെയിൽ ഡാൻസിങ് ഫിഗറിനെ നമ്മൾ എവിടുന്ന എടുത്തത്? മൊഹൻജദാരോ എന്നാണ് കിട്ടിയത്. അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? മൊഹൻജദാരോയിലാണ്. ഗ്രേറ്റ് ഗ്രാനറി വേറെ സ്ഥലത്തും ഉണ്ട്. ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി ഒക്കെ മെയിൻ ആയിട്ടും എവിടുന്നാണ്? മൊഹൻജദാരോ എന്നാണ് എക്സ്കവേറ്റ് ചെയ്തത്. ഗ്രേറ്റ് ബാത്ത് അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറിന്റെ ഏറ്റവും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു ആർക്കിടെക്ചറാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പൊ 3 സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. വലിയൊരു കിണറിൽ നിന്നും ഒരു സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്നും വെള്ളം എങ്ങോട്ട് വരുവാണ്? ഒരു പബ്ലിക് ആയിട്ടുള്ള എല്ലാവർക്കും വന്ന് കുളിക്കുകയും തുണി കഴുകുകയൊക്കെ ചെയ്യാവുന്ന അവിടെയൊക്കെ ഇറങ്ങാനായിട്ട് കൽപ്പടവുകള് ഇവര് ബേക്ക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബേക്ക്ഡ് ബ്രിക്സ് യൂസ് ചെയ്തിരുന്നു. ബ്രിക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോർട്ടാർസ് യൂസ് ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിനെ പറ്റി
മൊഹൻജദാരോനെ പറ്റി പഠിക്കുമ്പോൾ, മൊഹൻജദാരോ അല്ല, ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഈ ബേക്ക്ഡ് ബ്രിക്സും മോർട്ടാർസും ഒക്കെ യൂസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ലോത്തലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡോക്യാർഡ്സ് കാണപ്പെട്ടിരുന്ന, സീ പോർട്ട് കണ്ടിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ലോത്തൽ എന്ന് പറയുന്നത്. നമ്മുടെ ഗുജറാത്തിലാണ് ലോത്തൽ കാണപ്പെടുന്നത്. ഹാരപ്പയാണ് മെയിൽ ഡാൻസിങ് ഫിഗർ. ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കും ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി ഇൻഡസ് വാലി സിവിലൈസേഷനെ അറിയപ്പെടുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, അത് ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്തെടുത്തോണ്ട് ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് മോഹൻജദാരോ ആണ് കേട്ടോ. അതുപോലെ ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എല്ലാ സൈറ്റിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചു. ചാൻഹുദാരോ അതെന്താണ്, ക്രാഫ്റ്റ് മേക്കിംഗ് അല്ലെങ്കിൽ ബീഡ് മേക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റ് ആണ് ചാൻഹുദാരോ എന്ന് പറയുന്നത്. അപ്പോ ഇനി കുറെ സൈറ്റുകൾ ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ നല്ല കുറെ എന്താണ് എക്സ്പ്ലനേറ്ററി ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഒരു സൈറ്റ് ധോളാവീര. ധോളാവീര ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തായാലും ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഏതിന് ചോദിക്കുന്നത്, ഏൻഷ്യൻ ഹിസ്റ്ററി. ഏൻഷ്യൻ ഹിസ്റ്ററി പിന്നെ ചോദിക്കുന്നത് പറയുന്നത്, ഏൻഷ്യൻ ഹിസ്റ്ററി പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ബുദ്ധിസം, ജൈനിസം തുടങ്ങിയ ആ ഒരു സ്ട്രക്ചർ ഒക്കെയാണ് ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ പിന്നെ നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ധോളാവീര എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ധോളാവീര എന്ന് പറയുന്നത് ഓപ്ഷനിൽ എന്തൊക്കെയുണ്ട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ധോളാവീര ഇസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്, ഏതൊക്കെയാണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ഇത്രയും സൈറ്റിലാണ് ധോളാവീര ഏതാണെന്നുള്ളതിന്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഗുജറാത്ത് ആണ് കേട്ടോ. ധോളാവീര ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുത്ത സൈറ്റ് ആണ് ധോളാവീര. ധോളാവീര വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് ധോളാവീര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മള് വലിയ റിസർവോയേഴ്സ് അതുപോലെ തന്നെ ഡാമുകള് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ധോളാവീരയുമായിട്ട് റിലേറ്റ് ചെയ്ത്. വളരെ ജലസംഭരണികളുമായിട്ട് റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ധോളാവീര. എപ്പോഴും നിങ്ങൾ ധോളാവീര ഓർത്തിരിക്കുമ്പോൾ വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ട് ഓർത്തിരിക്കുക. അവിടെ വലിയ വലിയ റിസർവോയേഴ്സ്, ഡാമുകള്, പല രീതിയിൽ വെള്ളം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള പല ബിൽഡിങ്ങുകളും ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലമാണ് ധോളാവീര എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ കാലിബംഗാൻ എവിടെയാണ്, കാലിബംഗാൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. കാലിബംഗാൻ രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. അതുപോലെ മരിച്ചവരുടെ കുന്ന്, മൗണ്ട് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന സ്ഥലം, മൗണ്ട് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണ്, മൗണ്ട് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്നത് മോഹൻജദാരോ ആണ് അല്ലെ. മോഹൻജദാരോ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. മോഹൻജദാരോ ആണ് മൗണ്ട് ഓഫ് ഡെത്ത് എന്ന് അറിയപ്പെടുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ് മോഹൻജദാരോ എന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ എന്താണ്, ബ്ലാക്ക് ബാംഗിൾസ്, കറുത്ത വളകൾ, ബ്ലാക്ക് ബാംഗിൾസ് എന്നറിയപ്പെടുന്ന ആ ഒരു അർത്ഥം വരുന്ന സ്ഥലമാണ് കാലിബംഗാൻ എന്ന് പറയുന്നത്. നമ്മുടെ രാജസ്ഥാനിലാണ് കേട്ടോ. രാജസ്ഥാനിലാണ് കാലിബംഗാൻ ഉള്ളത്. ബ്ലാക്ക് ബാംഗിൾസ് എന്നാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. കാലിബംഗാൻ. അവിടെ നിന്നാണ് നമ്മൾ വുഡൻ പ്ലഫ് കണ്ടുപിടിച്ചിട്ടുള്ളത്. വുഡൻ പ്ലഫ് കണ്ടുപിടിച്ചിട്ടുള്ളത് എവിടുന്നാന്ന് ചോദിച്ചാൽ, അതുപോലെ വുഡൻ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്, വുഡൻ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് രാജസ്ഥാനിലെ കാലിബംഗാൻ എന്നാണ്. വുഡൻ പ്ലഫും വുഡൻ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ. മോഹൻജദാരോ നമ്മൾ ഓൾറെഡി കുറച്ച് പോയിന്റ് പഠിച്ചു. ഏറ്റവും വലിയ എക്സ്കവേഷൻ സൈറ്റ് ആണെന്ന് പഠിച്ചു. അതുപോലെ മരിച്ചവരുടെ താഴ്വര, മരിച്ചവരുടെ കുന്ന് എന്നൊക്കെ പറയുന്ന, ഡെത്ത് ഓഫ് മൗണ്ട് എന്നൊക്കെ പറയുന്ന, മൗണ്ട് ഓഫ് ഡെത്ത് എന്നൊക്കെ പറയുന്ന മീനിങ് വരുന്ന സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മോഹൻജദാരോ ആണെന്ന് പഠിച്ചു. ഗ്രേറ്റ് ബാത്ത് കണ്ടുപിടിച്ചത്, അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി പലയിടത്തും ഉണ്ട്, എന്നാലും ഏറ്റവും വലിയ ഗ്രാനറി കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥലം. ഇവരുടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു സിവിലൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ അത് എങ്ങനെയാണ് ഏറ്റവും പ്രസിദ്ധമായെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആർക്കിടെക്ചർ ആണ്. അവർ എങ്ങനെയാണ് ആ ഒരു സ്ഥലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തി. ബേക്ക്ഡ് ബ്രിക്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. വെൽ അറേഞ്ച്ഡ് ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാവർക്കും ഒത്തുകൂടാനായിട്ട് സിറ്റാഡൽ പോലത്തെ ഏരിയ, സിറ്റാഡൽ അതുപോലെ
ലോവർ ഏരിയ രണ്ടായിട്ട് നമ്മൾ ഇവരുടെ ഏരിയ ഡിവൈഡ് ചെയ്തു. സിറ്റാഡൽ എന്ന് പറയുന്നത് പൊക്കത്തിലുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു ആ ഒരു എന്താണ് ജിയോഗ്രഫിക്കലി കുറച്ച് ഉയരത്തിലുള്ള ഒരു സ്ഥലമായിരിക്കും സിറ്റാഡൽ. അവിടെയാണ് അവർ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പബ്ലിക് അതായത് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ഗ്രേറ്റ് ബാത്ത്, ഗ്രേറ്റ് ഗ്രാനറി അല്ലെങ്കിൽ പബ്ലിക്കലി ഒത്തുകൂടാൻ അസംബിൾ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണപ്പെട്ടത് സിറ്റാഡലിലാണ്. അത് വളരെ ചെറിയൊരു ഏരിയ ആണ്, കുറച്ച് പൊക്കത്തിലായിരിക്കും. അതുപോലെ ലോവർ ഏരിയയിലാണ് ഇവരെന്ത് ചെയ്തത്, താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അവർ വീടുകളൊക്കെ വെച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. ഓരോ വീടുകളിലും മിക്കവാറും സൈറ്റുകളിലൊക്കെ ഈച്ച് ഓഫ് ദി ഹൗസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വെല്ല്, നല്ലൊരു വൃത്തിയുള്ള ഒരു കിണർ, അതുപോലെ തന്നെ വിത്ത് വെൽ ഡിഫൈൻഡ് ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്ന സൈറ്റുകളാണ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്. അതിൽ ധോളാവീര നമ്മൾ കുറച്ചെണ്ണം പഠിച്ചു. ഏതൊക്കെയാ? ഹാരപ്പ പഠിച്ചു, മൊഹൻജദാരോ പഠിച്ചു, ഞാനിപ്പോ കാലിബംഗാൻ പറഞ്ഞു അല്ലെ, രാജസ്ഥാനിലാണ്. വുഡൻ പ്ലഫ് കണ്ടു, വുഡൻ ഡ്രെയിനേജ് സിസ്റ്റം കണ്ടു, ബ്ലാക്ക് ബാംഗിൾസ് എന്ന് പറയുന്ന മീനിങ് വരുന്ന സ്ഥലമാണെന്നൊക്കെ കുറച്ച് പോയിന്റ് ഇപ്പൊ പറയുന്നുള്ളൂ. ധോളാവീരനെ പറ്റി ഓർത്തു വെച്ചേക്കാം. എന്താണ് നമ്മൾ വാട്ടർ ഹാർവെസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണെന്നാ പറഞ്ഞത്. എവിടെയാണത്? ധോളാവീര ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നമ്മൾ ഒരെണ്ണം കൂടി പഠിച്ചായിരുന്നു, ലോത്തൽ അല്ലെ, ലോത്തൽ കൂടി ഓർത്തു വെച്ചേക്കാം. പിന്നെ നമ്മൾ മോഡേൺ ഹിസ്റ്ററി അല്ല ഏൻഷ്യൻ ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതിൽ വേദാസിനെ പറ്റി ഒന്ന് വായിച്ചു വെച്ചേക്കുക. ഒരുപാട് നിങ്ങൾക്ക് ചോദിക്കില്ല. വേദാസ് അതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷൻ പഠിക്കാൻ. അതൊന്ന് വായിച്ചു വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മേ ബി നിങ്ങൾക്ക് കിട്ടും. NTPCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിക്കേ, ധനുർവേദ ഈസ് ദ അപ്വേദ ഓഫ് യജുർവേദ. ഇറ്റ് ഡീൽസ് വിത്ത് ധനുർവേദ. ഉപവേദയാണ് കേട്ടോ, സോറി, ഉപവേദ. അപ്പൊ ധനുർവേദ ഇസ് ദ ഉപവേദ ഓഫ് യജുർവേദ. ഇറ്റ് ഡീൽസ് വിത്ത് ഏതുമായിട്ടാണ്? ഈ ഒരു ധനുർവേദ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ ഏകദേശം ഒരു സാൻസ്ക്രിറ്റ് വേർഡുകളാണ് ഇതല്ല അല്ലെ. അപ്പൊ ആ ധനുർവേദ എന്ന് കേൾക്കുമ്പോ തന്നെ ധനുഷ്, ആ ഒരു എന്താ ധനുസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു മീനിങ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ആൻസർ പഠിച്ചില്ലെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷനിൽ ആർട്ട് ഓഫ് വാർഫെയർ ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ആർട്ട് ആൻഡ് മ്യൂസിക് ഉണ്ട്. അപ്പൊ ഈ ഒരു ധനുർവേദ എന്ന് പറയുന്നത് ധനുസ് എന്ന് പറയുന്ന വാക്കിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആൻസർ വരുന്നത് ആർട്ട് ഓഫ് വാർഫെയർ എന്നാണ്. ആർട്ട് ഓഫ് വാർഫെയർ, യുദ്ധങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങള് അല്ലെങ്കിൽ ആർച്ചറിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഉപവേദ ഓഫ് യജുർവേദയാണ് ധനുർവേദ എന്ന് പറയുന്നത്. നമുക്ക് 4 വേദങ്ങളാണുള്ളത്, 4 വേദാസ് ആണുള്ളത്. ഒന്ന് ഏതാണ്? ഋഗ്വേദ, രണ്ട് സാമവേദ, യജുർവേദ, അതുപോലെ അഥർവവേദ. സാമവേദ, യജുർവേദ, അഥർവവേദ. 4 അഥർവവേദം. ഏതൊക്കെയാ 4 വേദങ്ങൾ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. 4 വേദങ്ങൾ. ഈ 4 വേദങ്ങളും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതിനകത്ത് കുറച്ച് ഉപവേദങ്ങളുണ്ട് മെയിൻ ആയിട്ട്. ഇപ്പൊ യജുർവേദയുടെ നമ്മൾ പഠിച്ചു, ധനുർവേദ അല്ലെ. യജുർവേദയുടെ ഉപവേദയാണ് എന്ന് പറയുന്നത് ധനുർവേദ എന്ന് പഠിച്ചു. അതുപോലെ സാമവേദയുടെ ഉപവേദയാണ് ഗന്ധർവവേദ. ഓക്കെ, സാമവേദയുടെ അത് മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത വേദയാണ് സാമവേദ എന്ന് പറയുന്നത്. സാമവേദയുടെ ഉപവേദയാണ് ഇതെന്ന് പറയുന്നത് ഗന്ധർവവേദ എന്ന് പറയുന്നത് സാമവേദയുടെ ഉപവേദയാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പൊ ആയുർവേദ എന്തിന്റെ ഉപവേദയാണ്? ഋഗ്വേദയുടെ ഉപവേദയാണ് ആയുർവേദ എന്ന് പറയുന്നത്. ആയുർവേദ ഇസ് ദ ഉപവേദ ഓഫ് ഇത് ഋഗ്വേദ എന്നോർത്തിരിക്കുക. ഋഗ്വേദ, ആയുർവേദ എന്തിന്റെ ഉപവേദയാണ്? ഋഗ്വേദ. ഇനി അഥർവവേദയോ? അഥർവവേദയുടെ ഉപവേദ ഏതാന്ന് ചോദിച്ചാൽ ശില്പവേദയാണ് അഥർവവേദയുടെ ഉപവേദ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉപവേദയും കൂടി പഠിച്ചു വെക്കുക. 4 വേദ, അതിന്റെ ഉപവേദാസുമാണ് ഇപ്പൊ പറഞ്ഞത്. ഓർത്തു വെച്ചേക്കണം ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. 4 വേദങ്ങള്, അതിന്റെ ഉപവേദങ്ങള്. യജുർവേദയുടെ ധനുർവേദ പറഞ്ഞു, ഋഗ്വേദയുടെ ആയുർവേദം. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദ എന്ന് പറയുന്നത് ഋഗ്വേദയാണ് കേട്ടോ. ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് ഋഗ്വേദയാണ്, ഓൾഡസ്റ്റ്.
അതിന്റെ ഉപവേദ ആയുർവേദ പറഞ്ഞു. സാമവേദ ഞാൻ പറഞ്ഞു മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ, മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ അത് ഗന്ധർവ വേദ ഓർത്തു വെച്ചേക്കുക. അഥർവവേദയുടെ ഉപവേദയാണ് ശില്പവേദ. ഇനി യജുർവേദയുടെ ഉപവേദയാണ് ധനുർവേദ. ഇത്രയെങ്കിലും ബേസിക് പഠിച്ചു വെക്കൂ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്, എങ്കിലും ബേസിക്കലി നിങ്ങൾ ജസ്റ്റ് ഇത്രയും വേദാസിന്റെ പേര്, എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊരു ഒന്നോ രണ്ടോ പോയിന്റ്, ഇതിന്റെ ഉപവേദാസ് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കാം വേദാസുമായിട്ട് റിലേറ്റ് ചെയ്ത് കേട്ടോ. കുറച്ചേ ഉള്ള ആ ഒരു പോർഷൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പോർഷനാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിസം ജൈനിസം ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് എന്താണ് എംപേഴ്സ്, മൗര്യ എംപേഴ്സ്, അങ്ങനെ കുറച്ച് ആ ഒരു റീജിയൻ ആണ് പിന്നെ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനും ഈ ഒരു ഏജസ്, മീസോലിത്തിക് നിയോലിത്തിക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏജസ്, അത്രയൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഏൻഷ്യന്റ് ഹിസ്റ്ററി. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നില്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. NCERT വായിച്ചാൽ നിങ്ങൾക്ക് ഒരു രസം പോലെ ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മേജർ ഇവന്റ്സ് ഓഫ് അശോകാസ് റീജിയൻ വാസ് ദ കൺവെനിങ് ഓഫ് ദ ബുദ്ധിസ്റ്റ് സംഘ. ബുദ്ധിസ്റ്റ് കൗൺസിലുകൾ സംഘടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അശോകൻ പ്രസിദ്ധനാണ്. വേറെയും കിങ് അശോക പ്രസിദ്ധനാണ്. 250 BCE പാടലിപുത്രയിലാണ്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇത് CGL SSC ടയർ 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ എത്രമാത്രം ആൻസറുകൾ ഉണ്ടെന്ന് നോക്കിയേ. അശോകയുടെ അശോകയുടെ ഏരിയയിൽ മേജറായിട്ട് നടന്ന ഒരു സംഭവമാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിച്ചത്. അത് 250 BCE ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിച്ചത്. എവിടെയാണ്? അശോകന്റെ ക്യാപിറ്റലായ പാടലിപുത്രയിലാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ. അത് എത്രാമത്തെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ, 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ ആണ് അശോക സംഘടിപ്പിക്കുന്നത്. ടോട്ടൽ 4 ബുദ്ധിസ്റ്റ് കൗൺസിലാണ് പഠിക്കാനായിട്ടുള്ളത്. ബുദ്ധിസ്റ്റ് കൗൺസിൽ, ബുദ്ധിസ്റ്റ് സംഘ എന്ന് പറയും. അത് 4 എണ്ണമാണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് സംഘടിപ്പിച്ചത് ആര് എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അജാതശത്രു ആണ് കേട്ടോ. അജാതശത്രു ആണ് സംഘടിപ്പിച്ചത്. പഠിക്കുക. രാജ്ഗൃഹ ആണ് സ്ഥലമായിട്ട് പറയുന്നത്. ബുദ്ധിസ്റ്റ് കൗൺസില് 4 എണ്ണം പഠിക്കണം. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിക്കുന്നത് കാൽ അശോകയാണ്. 3rd ആണ് നമ്മുടെ അശോക. ഏറ്റവും ലാസ്റ്റ് ആൻഡ് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ അതാണ് കനിഷ്ക സംഘടിപ്പിക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. പാട്രൻസ് ആരാണെന്നാണ് മെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റിന്റെ അജാതശത്രു, സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ കാൽ അശോകയാണ്, 3rd ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ അശോക, 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ അത് 72 AD. ഇതെല്ലാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4th കേട്ടോ, അത് കനിഷ്കയാണ് സംഘടിപ്പിക്കുന്നത്. ഈ ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഈ ബുദ്ധമതം രണ്ടായിട്ട് മഹായാന ഹീനയാന എന്ന് പറഞ്ഞ് ഡിവൈഡ് ആവുന്നത്. മഹായാന ഹീനയാന എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ആവുന്നത് ഏത് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്? 4th ബുദ്ധിസ്റ്റ് കൗൺസിലാണെന്ന് ഓർത്തു വെച്ചേക്കുക. 72 AD ആണ് അതിന്റെ വർഷം. ഈ ക്വസ്റ്റിനിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസും കിട്ടുന്നുണ്ട്. അശോകയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ. കലിംഗ വാറൊക്കെ പഠിക്കാനായിട്ടുണ്ട്. 261 BCE കലിംഗ വാർ നടക്കുന്നത് അല്ലെ. കലിംഗ വാറിന് ശേഷമാണ് അശോകൻ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് മാറുകയൊക്കെ ചെയ്യുന്നത്. അശോകമായിട്ട് റിലേറ്റ് ചെയ്ത സ്റ്റോറീസ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത് അജാതശത്രുവാണ്. അതിന്റെ വർഷമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. അതിന്റെ ചെയർമാന്റെ പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കാലശോക, 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്ന അശോക, 4th കനിഷ്ക. 4th ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. 72 AD വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചിട്ടാണ് മഹായാന ഹീനയാന എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഈ ഒരു ബുദ്ധമതം ഡിവൈഡ് ആവുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ജസ്റ്റ് നോക്കി. ഹു വാസ് ദ 24th ജൈൻ തീർത്ഥങ്കര എന്നാണ് ക്വസ്റ്റ്യൻ. ജൈന തീർത്ഥങ്കരന്മാരെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ബുദ്ധിസവും ജൈനിസവും നന്നായിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ വർഷം ചോദിക്കും. അതുകൊണ്ട് ജൈനിസവും ബുദ്ധിസവും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഓപ്ഷനിൽ ഋഷഭ് ദേവ് ഉണ്ട്, മഹാവീര ഉണ്ട്, പാർശ്വനാഥ് ഉണ്ട്, സുമതിനാഥ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാം എന്താണ് ജൈന തീർത്ഥങ്കരന്മാരുടെ പേരുകളാണ്. അതിൽ 24th ജൈന തീർത്ഥങ്കരനെയാണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ പേര് നിങ്ങൾ ഓർത്തിരിക്കണം. ആൻസർ എന്താണ്? ആരാണ് 24ാമത്തെ ജൈന തീർത്ഥങ്കരൻ ചോദിച്ചാൽ മഹാവീരയാണ് ആൻസർ അല്ലെ. 24th ജൈന തീർത്ഥങ്കര ആരാണ്? മഹാവീരയാണ്. മഹാവീരയെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഓരോരുത്തരും നോക്കിയ ഋഷഭ് ദേവ് ആണ് ഫസ്റ്റ് ജൈൻ തീർത്ഥങ്കര എന്ന് പറയുന്നത്. ഋഷഭ് ദേവ് ആണ് ഫസ്റ്റ് ജൈൻ തീർത്ഥങ്കര. അജിത് നാഥ് ആണ് സെക്കൻഡ് ജൈൻ തീർത്ഥങ്കര എന്ന് പറയുന്നത്. അജിത് നാഥ്.
ഇനി സംഭവനാഥ് ആണ് തേർഡ്. ഈ മൂന്ന് പേരുടെ പേര് ഓർത്തിരിക്കോ? ഋഷഭ് ദേവ്, അജിത് നാഥ്, സംഭവ് നാഥ്. എല്ലാം നല്ല പേര് അല്ലെ? ഋഷഭ് ദേവ്, അജിത് നാഥ്, സംഭവ് നാഥ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇനി അഭിനന്ദ നാഥ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്. അഭിനന്ദ നാഥ അതെന്ന് പറയുന്നത് ഫോർത്ത് ജൈൻ തീർത്ഥങ്കരയാണ്. ഓക്കെ, അഭിനന്ദനനാഥ വാസ് ദി ഫോർത്ത് ജൈൻ തീർത്ഥങ്കര. പേര് പഠിച്ചു വെച്ചേക്ക. ഇനി നമ്മുടെ സുമതിനാഥ ഉണ്ടല്ലോ ഓപ്ഷനില്, സുമതിനാഥ് ഫിഫ്ത്ത് ജൈൻ തീർത്ഥങ്കരയാണ്. ഓപ്ഷനിലുള്ള പാർശ്വനാഥ് എന്ന് പറയുന്നത് 23rd ജൈൻ തീർത്ഥങ്കരയാണ്. അപ്പൊ എല്ലാവരുടെയും പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചേക്ക കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക. ഋഷഭ് ദേവ്, അജിത് നാഥ്, സംഭവനാഥ്, അഭിനന്ദനനാഥ്, അതുപോലെ സുമതിനാഥ്, പാർശ്വനാഥ്. നല്ല പേരുകളാണ്. ഓരോരുത്തരുടെ പേര് ഓർത്ത് വെച്ചേക്ക്. 23rd ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 23rd ഫസ്റ്റും ഒക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. 24th ആണ് ലാസ്റ്റ് ജൈൻ തീർത്ഥങ്കര എന്ന് പറയുന്നത്, മഹാവീരയാണ്. അപ്പൊ ഇത്രയും പോർഷൻ നിങ്ങൾ പഠിക്കുക കേട്ടോ. നല്ലതുപോലെ ജൈനിസം, ബുദ്ധിസം ഒക്കെ പഠിക്കുക. അശോകനെ പറ്റി പഠിക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദാസ്. ഇനി നമുക്ക് കുറച്ച് എന്താ ആ ഒരു പാലിയോലിത്തിക്, നിയോലിത്തിക് ആ ഒരു ഏരിയ, ഏജ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. ഇനി മഹാജനപദാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ ഉണ്ട്. മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം. ഇത്രയാണ് നിങ്ങൾക്ക് നമ്മുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത്. മൗര്യ, ഗുപ്ത സാമ്രാജ്യം, ജൈനിസം, ബുദ്ധിസം, ഇൻഡസ് വാലി സിവിലൈസേഷൻ, പാലിയോലിത്തിക്, നിയോലിത്തിക് ആ ഒരു ഏജ് വരുന്ന സംഭവങ്ങള്. ഇത്രയുമാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അത്രയും പോർഷൻസ് മാത്രമെങ്കിലും ചെറിയൊരു നോട്ട് തയ്യാറാക്കി നിങ്ങൾ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുക. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആ ബുക്കുകളിലൊക്കെ കാണുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അല്ലാതെ ഒന്നും എടുത്ത് അങ്ങനെ ഈ ഒരു ഏൻഷ്യന്റ് ഹിസ്റ്ററി ചോദിക്കില്ല. അപ്പോ നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്ന വളരെ നല്ലൊരു ഏരിയ ആണ് ഏൻഷ്യന്റ് ഹിസ്റ്ററി. സോ എല്ലാവരും ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിക്കുക. ഇനി നമ്മൾ ഇത് പാർട്ട് 1 ആണ്. ഇനി ഏൻഷ്യന്റ് ഹിസ്റ്ററീസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ഒരു പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എഴുതിയെടുത്ത് എന്താണ് അതിന്റെ ഒരു റിലേറ്റഡ് ഫാക്ടുമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.